മലയാളികൾക്ക് അന്ന രേഷ്മ രാജൻ എന്ന നടിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പ്രേക്ഷകർക്കേറെ സുപരിചിതയാണ് നടി. സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായ അന്നയുടെ വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡാൻസ് വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് നടി. എന്നാൽ നിരവധി പേരാണ് മോശം കമൻറ്റുകളുമായി ആ വീഡിയോയ്ക്ക് താഴെ എത്തിയിരിക്കുന്നത്. ഇപ്പോഴിതാ തൻ്റെ ഡാൻസ് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്ന് കരുതി മോശം കമൻറ്റുകളിലൂടെ വേദനിപ്പിക്കരുതെന്ന് പറയുകയാണ് നടി. ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് രോഗബാധിതയാണ് താനെന്ന് അന്ന പറയുന്നു. ഇതിനാൽ ശരീരം ചിലപ്പോൾ തടിച്ചും മെലിഞ്ഞുമിരിക്കും. മുഖം വലുതാകുന്നതും സന്ധികളിലെ തടിപ്പും വേദനയും ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണെന്നും അന്ന ചൂണ്ടിക്കാട്ടി. അസുഖമുണ്ടെന്ന് കരുതി ഒന്നും ചെയ്യാതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും തൻ്റെ വീഡിയോകൾ കാണാൻ താല്പര്യമില്ലാത്തവർ കാണേണ്ടെന്നും നടി കൂട്ടിച്ചേർത്തു. സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് നടിയുടെ പ്രതികരണം. നിങ്ങൾക്ക് എന്നെയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളോ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് പറയാം. പക്ഷേ ഇതുപോലെയുള്ള കമൻ്റ് ഇടുന്നതും ആ കമൻറ്റിന് പലരും ലൈക്ക് ചെയ്യുന്നത് കാണുന്നതും വളരെ വേദനാജനകമാണ്. ആ ഡാൻസ് വീഡിയോയിൽ എൻ്റെ ചലനങ്ങൾക്ക് തടസ്സമാകുന്ന നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയ്ഡ് രോഗത്തിനെതിരെ പോരാടുന്ന ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ എൻ്റെ ശരീരത്തിന് വീക്കം അനുഭവപ്പെടും. അടുത്ത ദിവസം വളരെ മെലിയും. ചിലപ്പോൾ മുഖം വീർക്കുകയും എൻ്റെ സന്ധികളിൽ നീർവീക്കവും വേദനയും ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ നിരവധി രോഗലക്ഷണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട്. 2 വർഷമായി ഞാൻ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകയാണ്. എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദയവായി ഇത്തരത്തിലുള്ള കമൻറ്റുമായി വരാതിരിക്കുക. എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കാകുലരായ എല്ലാവർക്കും, പ്രത്യേക കരുതലുള്ള അഭിപ്രായങ്ങൾക്കും വളരെ നന്ദി. എൻ്റെ വസ്ത്രധാരണം കാരണം എൻ്റെ നൃത്തച്ചുവടുകളിൽ പരിമിതി ഉണ്ടായിരുന്നുവെന്ന് മാത്രമല്ല, വളരെ ചൂടുള്ള കാലാവസ്ഥയായിരുന്നു. ഞാനൊരു പ്രൊഫഷണൽ ഡാൻസറല്ല, മറിച്ച് അഭിനിവേശമുള്ള നർത്തകി മാത്രമാണ്. പരിമിതികൾക്കിടയിൽ നിന്നും ശ്രമിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അടുത്ത വട്ടം ഒരു പരിമിതികളുമില്ലാതെ നൃത്തം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉറപ്പായും അടുത്ത തവണ നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്നിങ്ങനെ അന്ന പറഞ്ഞു.